ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു യുവർ യൂട്യൂബ് ചാനൽ ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ലോഫ്റ്റിൽ കുറച്ച് വീടുകൾ എഗ് ചെയ്തിട്ടുണ്ട്. നമ്മൾ പുതുതായി എടുത്ത വീടുകളാണ് കേട്ടോ എഗ് ചെയ്തൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ അത് നമ്മുടെ ചാനലുമായിട്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സുമായിട്ട് കാണിക്കാനാണ് ഞാൻ ഇന്ന് വന്നേക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ ആണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ഇതിൽ കുറച്ച് വീടുകൾ സെയിലിനും ഉണ്ട്, അതെല്ലാം നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം. ഗൈസ്, അപ്പോൾ നമ്മുടെ ആദ്യത്തെ വീട് നമ്മുടെ ചൈനീസ് സോളാണ് കേട്ടോ. ഷീൽഡ് ചൈനീസ് സോളാണ്. നമ്മൾ അന്ന് വീഡിയോ എടുത്തപ്പോൾ ഇത് എഗ്ഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം അത് വിരിഞ്ഞിട്ടുണ്ട്, അതിൻ്റെ തോടൊക്കെ ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിന് കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് ഈ വീടിൻ്റെ കുഞ്ഞിനെ സെയിലിനാവും. ഈ ഫാൻറ്റയിലും നമ്മൾ ഈ ഇടയ്ക്ക് എടുത്ത വീടാണ്. അപ്പോൾ നമ്മളിതിനെ പെയറാക്കിയിരിക്കുന്നത് വേറെ നമ്മുടെ ടെയിൽ കട്ട് ചെയ്ത ഫാൻറ്റയിലുമായിട്ടാണ് നമ്മൾ ഇതിനെ സെറ്റാക്കിയിരിക്കുന്നത്. നമ്മുടെ കഴിഞ്ഞൊരു വീഡിയോ കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാകും, നമ്മുടെ ഈ ടെയിൽ കട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഫാൻറ്റയിലിൻ്റെ. അപ്പോൾ ഇപ്പം എഗ്ഗ് ചെയ്തൊക്കെ ഇരിക്കുകയാണ് കേട്ടോ. ഇത് ഫീമെയിലാണ്, നമ്മൾ ടെയിൽ കട്ട് ചെയ്താണ് മെയില്. ഞാൻ ആ വീഡിയോയിലും ഈ കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബെക്കാറയും എഗ്ഗ് ചെയ്തിരിപ്പുണ്ട്. നമ്മുടെ ബെക്കാറയും അതേപോലെ ഹംഗേറിയനുമായിട്ടാണ് നമ്മളിതിനെ സെറ്റാക്കി വെച്ചിരിക്കുന്നത്. ഇപ്പോൾ എഗ്ഗ് ചെയ്തിരിപ്പുണ്ട് കേട്ടോ. നല്ല ആക്റ്റീവ് ബേർഡ് തന്നെയാണ്. നമുക്ക് കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞിട്ട് നമ്മുടെ ഈ ബെക്കാറോ ഫീമെയിലിനെ മാത്രം നമുക്ക് കൊടുക്കാനായിട്ടുണ്ട്. നമ്മുടെ ബ്ലാക്ക് ബ്യൂട്ടി ഹോമറിന് നമ്മളിപ്പം റെസ്റ്റ് ഇട്ടിരിക്കുകയാണ്. നമ്മുടെ ഫസ്റ്റ് എഗ്ഗിങ് ചെറിയ രീതിയിൽ പണി കിട്ടി, അതുകൊണ്ട് നമ്മൾ രണ്ടാമത്തെ എഗ്ഗ് ചെയ്ത് നമ്മൾ ഫോസ്റ്റേഴ്സിന് മാറ്റി വെച്ചിരിക്കുകയാണ്. രണ്ടാമത്തെ എഗ്ഗ് നല്ല റിസൾട്ടൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഒരെണ്ണം മാത്രമേ നമുക്ക് കിട്ടിയുള്ളൂ കയ്യിൽ. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ എഗ്ഗ് പൊട്ടി വന്നില്ലായിരുന്നു, എഗ്ഗ് ഷെല്ല് പൊട്ടി വന്നില്ലായിരുന്നു. അതാണ് നമ്മുടെ ബ്ലാക്ക് ബ്യൂട്ടി ഹോമറിൻ്റെ സിംഗിൾ ചിക്ക്. നല്ല ആക്റ്റീവോടെയൊക്കെ ഇരിപ്പുണ്ട്. നമ്മൾ ഹോസ്റ്റേഴ്സായിട്ട് ഇപ്പം സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഫാൻറ്റയിലാണ്. അപ്പോൾ കുറച്ച് ദിവസമായിട്ടോ നമ്മുടെ ഈ ഫാൻറ്റയിൽ എഗ്ഗ് ചെയ്തിട്ട്, അതുകൊണ്ട് നമ്മൾ ചുമ്മാ ഒരു എഗ്ഗ് കൊണ്ട് വെച്ച് കൊടുത്തേ ഉള്ളൂ. അത് നന്നായിട്ട് അടയിരിക്കുകയും നല്ല കുഞ്ഞിന് ഫീഡൊക്കെ കൊടുത്ത് നമ്മുടെ കുഞ്ഞ് ഈ സൈസൊക്കെ ആയിരിക്കുകയാണ്. നീണ്ട ഇടവേളയ്ക്ക് ശേഷം നമ്മുടെ ഈ ഫാൻറ്റയിൽ എഗ്ഗ് ചെയ്തിട്ടുണ്ട്. നമ്മൾ വീഡിയോ എടുക്കുന്നതിന് 2-3 ദിവസം മുമ്പാണ് എഗ്ഗ് ചെയ്തത്. ഇനി കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞ് ഇത് വിരിയാനായിട്ടാവും. നമ്മുടെ ഈ ബേർഡിൻ്റെ ഫസ്റ്റ് എഗ്ഗിങ് ആണ്. എഗ്ഗ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഫീമെയിൽ വരുന്നത് ബാർ ടൈപ്പാണ്, മെയിലാണ് നമ്മുടെ ഇത് എഗ്ഗ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇതിൻ്റെ വേറൊരു ഐറ്റം ഉണ്ട്. നമ്മുടെ ഈ സാൻഡിലും പിന്നെ വേറൊരു ആയിട്ടാണ് നമ്മൾ പെയർ ആക്കിയിരിക്കുന്നത്. അത് കുഞ്ഞും വിരിഞ്ഞ് വലുതായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഫിലിയേസർ കുറച്ച് ആരോഗ്യ പ്രശ്നം ഉണ്ടായിരുന്നു നമ്മുടെ ഫീമെയിലിന്. നമ്മുടെ ഫീമെയിലിൻ്റെ ചിറകൊന്ന് താന്നൊക്കെ ഇരുന്നുകൊണ്ട് നമ്മൾ ട്രീറ്റ്മെൻറ്റൊക്കെ കഴിഞ്ഞ് നമ്മളിപ്പം നമ്മുടെ കേജിൽ മാറ്റിയിരിക്കുകയാണ്. ഇനി കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞിട്ട് നമ്മുടെ ഈ ബേർഡ് എഗ്ഗ് ചെയ്യും. ഈ കേജിൽ നമ്മുടെ ഫോസ്റ്റേഴ്സാണ് കിടക്കുന്നത്. അപ്പോൾ അതിൽ നമ്മൾ 2 എഗ്ഗ് വെച്ച് കൊടുത്ത് അത് വിരിഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഇത് നമ്മുടെ ഫാൻറ്റയിലായിരിക്കും. കണ്ടിട്ട് ഫാൻറ്റയിലാവാനാണ് ചാൻസ്. നല്ല ബൂട്ടൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഫ്രിൽ ബാക്കും അതേപോലെ എഗ്ഗ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ലോഫ്റ്റിലെ മിക്ക ബേർഡ്സും ഇപ്പം എഗ്ഗ് ചെയ്ത് സെറ്റായിരിക്കുകയാണ്. നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല ഗൈസ്. അപ്പോൾ നമ്മുടെ ഈ കേജി കിടക്കുന്നതാണ് എല്ലാം കൊടുക്കാനുള്ളതാണ്. നമ്മുടെ ഫാൻറ്റയിൽ ഉണ്ട്. ഫാൻറ്റയിൽ തന്നെ സിൽക്കി ഫാൻറ്റയിലും പിന്നെ അതേപോലെ ബ്ലാക്ക് ഫാൻറ്റയിലും ഉണ്ട്. ബ്ലാക്ക് ഫാൻറ്റയിൽ 4 പീസ് എന്തോ ഉണ്ട്. അതേപോലെ നമ്മുടെ മുഗി 2-3 പീസ് അവൈലബിൾ ആണ്. ഫ്രിൽ ബാക്ക് അങ്ങനെ കുറച്ച് ബേർഡ്സൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ നമ്മളെ വിളിച്ച് കോൺടാക്റ്റ് ചെയ്യുക. നമ്പർ കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം.
പെറ്റ് അപ്ഡേറ്റ് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് സുഹൃത്തുക്കൾക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ നമ്മുടെ ലോഫ്റ്റിലുള്ള ബേഡുകൾ ഏതെങ്കിലും വേണമെങ്കിൽ നമ്മളെ വിളിക്കുക. നമ്പരെല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി അടുത്തൊരു പുതിയൊരു കിടിലം വീഡിയോ വരുന്നവരെ